അപ്പോഴേ ആറന്മുളയിലെ വള്ളസദ്യ ഉണ്ണാൻ പോയ കഥ പറയാട്ടോ. പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അർജുനന്റെ സാരഥിയായ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടും വള്ളസദ്യയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ വള്ളസദ്യ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ കുറേ എഫേർട്ട് ഇട്ട് തേടി പിടിച്ച് പള്ളിയോട് സേവാസംഘത്തിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് 2 മാസം മുന്നേ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ട നാളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് നേരെ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ ഒരു 10:30 മണിക്ക് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ആൻഡ് ദാറ്റ് വാസ് ആൻ ഓസം എക്സ്പീരിയൻസ്. ലെറ്റ്സ് ബാക്ക് ടു വള്ളസദ്യ. വള്ളസദ്യയുടെ ചരിത്രം പറയാനാണെങ്കിൽ ഈ പള്ളിയോടങ്ങളിൽ, അതായത് ഈ വലിയ വഞ്ചികളിൽ വന്നിറങ്ങുന്ന ആ തുഴക്കാരെ എല്ലാവരെയും വിളിച്ച് അമ്പലത്തിലേക്ക് ആനയിച്ച് അവിടെ ആനക്കൊട്ടിൽ നിറച്ച് വെച്ചിരിക്കുന്ന പറയുടെ മുമ്പിൽ വഞ്ചിപ്പാട്ട് പാടി അവരെ നേരെ സദ്യാലയത്തിൽ കൊണ്ടുപോയി സദ്യ കൊടുക്കുന്ന ഒരു വഴിപാടാണിത്. അഭീഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ്. അപ്പം എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്ത് പള്ളിയോടത്തിൽ വന്നിറങ്ങിയ എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ വഴിപാട് നടത്തുന്നവർ കഴിക്കാൻ പറ്റൂ എന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സദ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം 70-ലധികം കറികളാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത്. അതിന് ഇപ്പോഴും പാളത്തൈറിനൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. അതൊരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ചരിത്രമാണ് ഈ ആറന്മുള വള്ളസദ്യയ്ക്ക് ഉള്ളത്. അപ്പം ആസ് എ കേരളായിട്ട് നമുക്കൊരു പ്രൗഡ് മൊമെൻറ്റ് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ കർക്കിടകം 15 തൊട്ട് കന്നി 15 വരെയാണ് അവിടെ ഈ വള്ളസദ്യ വഴിപാടായിട്ട് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ വർഷത്തെ ബുക്കിംഗ് ഏതാണ്ട് പൂർത്തിയായി എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കഴിക്കണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഏത് നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്താൽ മതി. ഒരു അടുത്ത വർഷം ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ബുക്ക് ചെയ്താൽ മതി. 300 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ വള്ളസദ്യ. കരിമ്പ് തൊട്ട് ഒരുപാട് സാധനങ്ങൾ, 69 കൂട്ടം സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ച സദ്യയിൽ. 4 കൂട്ടം പായസമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അടപ്രഥമൻ, അതേപോലെ കടലപ്പായസം, പിന്നെ പഴം പ്രഥമൻ, പാലട പായസം, അങ്ങനെ 4 കൂട്ടം പായസമായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ നമുക്ക് കുറച്ച് ചോറ് മതി, നമുക്ക് വളരെ വയറ് പെട്ടെന്ന് നിറയും കേട്ടോ. അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ്ട് ഈ 69 കൂട്ടം സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ എൻ്റെ ദീർഘനാളത്തെ ആഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിൽ ഇത്തിരി ദൂരെ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ജിപ്സി.